തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ബോയ്സ് ഹോസ്റ്റലിൽ എക്സൈസ് പരിശോധന, കഞ്ചാവ് പിടികൂടി. മണ്ണന്തല എക്സൈസ് റേഞ്ച് വിഭാഗമാണ് പരിശോധന നടത്തുന്നത്. ശ്രീകാന്തും ഉമേഷ് ബാലകൃഷ്ണനും വിശദാംശങ്ങളുമായിട്ട്. ഉമേഷ്, ഇതിലിപ്പോൾ ചെറിയ അളവിലുള്ള കഞ്ചാവ് പിടികൂടി എന്നാണ് നേരത്തെ ഉമേഷ് നൽകിയ വിവരം. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? കുട്ടികളില്ലാത്ത മുറിയിൽ നിന്ന് കഞ്ചാവ് പിടികൂടി എന്നാണോ? മറ്റൊരു പ്രധാന വസ്തുത, ഏറ്റവും സുപ്രധാനമായ വിവരം, എക്സൈസ് സംഘം പരിശോധന അവസാനിപ്പിച്ചു കഴിഞ്ഞു. മുൻ വഴിയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെ അവർ പുറത്തേക്ക് പോയിരിക്കുന്നു. അത് ഏത് രീതിയിൽ മറ്റെന്തെങ്കിലും ഇടപെടൽ ഇതിൽ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി അറിയേണ്ടതുണ്ടെങ്കിലും എക്സൈസ് സംഘം ഏകദേശം 15ഓളം റൂമുകൾ പരിശോധിച്ച ശേഷം അവർ പുറത്തേക്ക് പോയിരിക്കുന്നു. എക്സൈസ് സംഘം പരിശോധന അവസാനിപ്പിച്ചിരിക്കുന്നു. എക്സൈസ് സംഘം ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, എക്സൈസ് സംഘം പരിശോധന അവസാനിപ്പിച്ച് അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു, പിൻഭാഗത്തുകൂടി മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ തരത്തിലേക്കൊരു മടങ്ങൽ ഉണ്ടായത് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ എന്നൊരു സംശയം മാത്രമാണ്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കാറുണ്ട് ഈ പരിശോധനയ്ക്ക് ശേഷം, പക്ഷേ അതിവിടെ ഉണ്ടാകുന്നില്ല. പരിശോധനയ്ക്ക് ശേഷം അവർ മടങ്ങിയിരിക്കുന്നു. ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, പരിശോധന അവസാനിപ്പിച്ച് പിൻഭാഗത്തുകൂടിയൊക്കെ എക്സൈസ് മടങ്ങുന്ന സാഹചര്യം എന്താണ്? മുഴുവൻ ഇടത്തും പരിശോധന നടത്തിയിട്ട് പോയി എന്നാണോ? കിട്ടുന്ന വിവരം ഇപ്പോൾ ഉദ്യോഗസ്ഥ സംഘം മടങ്ങിയിട്ടുണ്ട്, എക്സൈസ് സംഘം മടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 20 മുറികൾ പരിശോധിച്ചു. ആളില്ലാത്ത ഒരു മുറിയിൽ നിന്നും 20 ഗ്രാം കഞ്ചാവ് പിടികൂടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും. അതായത് പരിശോധന കുറച്ച് മുൻപാണ് ആരംഭിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. അവർ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ അവർ മടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മണ്ണന്തല റേഞ്ചിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധന നടത്തിയത്. വൈകാതെ തന്നെ ഇതിന്റെ വിവരങ്ങൾ, വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ അവർ മാധ്യമങ്ങളെ കാണാനും തയ്യാറായേക്കും. നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ പരിശോധന പൂർത്തിയാക്കി അവർ മടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 20 മുറികൾ അവർ പരിശോധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. 20 ഗ്രാം കഞ്ചാവ് ആളില്ലാത്ത മുറിയിൽ നിന്നും കണ്ടെടുത്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇനി എക്സൈസ് സംഘമാണ്, എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഈ റെയ്ഡ് നടക്കുന്നതിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല. കാരണം ഇത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഹോസ്റ്റലാണ്. മുൻപെങ്ങും എക്സൈസ് ഉദ്യോഗസ്ഥർക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ കയറി പരിശോധിക്കാൻ ധൈര്യം കിട്ടാത്ത ഹോസ്റ്റലാണ്. അവിടേക്ക് അവർ കയറി പരിശോധന നടത്തിയതാണ്. ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നതൊക്കെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്, അവർ പറയേണ്ട കാര്യമാണ്. പക്ഷേ നിലവിലിപ്പോൾ നമുക്ക് കിട്ടിയ വിവരം 10-20 റൂമുകൾ പരിശോധിച്ചിട്ടുണ്ട്. ചില വാതിലുകളൊക്കെ തന്നെ ചവിട്ടി തുറന്നാണ് അകത്തേക്ക് കയറി പരിശോധന നടത്തിയത്. ഏതാണ്ട് 20 ഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതിന്റെ ക്വാണ്ടിറ്റി അല്ല നോക്കേണ്ടത്, ഇതൊരു ഹോസ്റ്റലാണ്, വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്. അവിടെ നിന്നും 20 ഗ്രാം കഞ്ചാവ്, അത് 1 ഗ്രാം ആയാലും കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു, ലഹരി വസ്തു പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം, ഇവിടെ ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല താമസിക്കുന്നത്, പുറത്തു നിന്നുള്ള ആളുകൾ വന്ന് താമസിക്കാറുണ്ട്. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിപ്പോയി അതിനുശേഷം പുറത്ത്, അതായത് ശ്രീകാന്ത്, നിലവിൽ ഒരു മുറിയിൽ നിന്നാണോ 20 ഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്? മറ്റുള്ളിടത്ത് നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണോ? ആരാണ് ഈ മുറിയിൽ താമസിക്കുന്നത് എന്നതിലേക്ക് ഈ അന്വേഷണം പോകേണ്ടതുണ്ടല്ലോ. തീർച്ചയായും ഈ ഘട്ടത്തിൽ അത്തരം വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇത് ഈ റെയ്ഡ് അതിന്റെ ഒരു ഈ പരിശോധന അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഒരു പക്ഷേ ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാകണം എക്സൈസ് സംഘം മടങ്ങിപ്പോകാനുണ്ടായ കാരണം. അവരാണ് ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തേണ്ടത്. നമ്മുടെ ഈ കളമശ്ശേരി പോളിയിലൊക്കെ നടന്നതുപോലെയുള്ള ഒരു പരിശോധനയാണോ നടന്നത്? ഏതൊക്കെ മുറിയിൽ അവർ പരിശോധന നടത്തി? ആരുടെ മുറിയിൽ നിന്നാണ് ഇത് കിട്ടിയത്? ആളൊഴിഞ്ഞ മുറി എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ താമസിച്ചിരുന്നത് ആരാണ്? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഈ എക്സൈസ് സംഘം അതിനൊക്കെ തന്നെ മറുപടി നൽകും എന്ന് തന്നെ കരുതാം. ഈ കുറഞ്ഞ ക്വാണ്ടിറ്റി 20 ഗ്രാം എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതിനൊക്കെയുള്ള മറുപടി ഇനിയും കിട്ടേണ്ടതുണ്ട്. അത് എക്സൈസ് സംഘമാണ് നൽകേണ്ടത്. കിട്ടുന്ന വിവരം നമ്മൾ ഈ പങ്കുവെച്ചതാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ പ്രാഥമികമായി ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാനും സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ സംസാരിക്കാൻ ഈ ഹോസ്റ്റലിന്റെ അധികൃതർ, വാർഡൻ, അങ്ങനെ ആരെങ്കിലും അവിടെ ഉണ്ടോ ശ്രീകാന്ത്? ഇതുവരെയും അത്തരത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആരെയും ഇവിടെ ലഭിച്ചിട്ടില്ല. ആരും തന്നെ ഇതുവരെയും, നമ്മൾ ഇതിന്റെ മുന്നിൽ തന്നെയുണ്ട്, ഈ നിമിഷം വരെയും ആരെയും ആ രീതിയിൽ കിട്ടിയിട്ടില്ല. വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പുറത്തേക്ക് എത്തിയിട്ടുമില്ല. ഹോസ്റ്റൽ വാർഡനോ അത്തരത്തിലുള്ള ആളുകളെയോ ഇനിയും കാണാൻ സാധിച്ചിട്ടുമില്ല. ഇനി അവരുടെ അനുമതിയോടുകൂടിയാണോ, അവരുടെ അറിവോടുകൂടിയാണോ പരിശോധന നടന്നത് എന്നുള്ള കാര്യവും അറിയില്ല. ഒരു പക്ഷേ നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ അവരുടെ കൂടി പ്രതികരണം ഇതോടൊപ്പം നൽകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്.